ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു 3D പ്രിൻ്റ് ചെയ്യുന്ന ഒരു പെന്നാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പം ഏത് സാധനവും നമുക്ക് വരച്ചും കണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു 3D പെന്നാണ്. അതുപോലെ തന്നെ 1.75 അതിൻ്റെ ഫ്ലെയിം വരുന്ന അതിൻ്റെ ഫിലമെൻറ്റ് വരുന്ന ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു 3D പെന്നാണ്. അതുപോലെ തന്നെ 5 വോൾട്ട് 2 ആമ്പിയറാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഒരു ഓഫർ പ്രൈസ് ആയതാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ 567 രൂപയാണ്. അപ്പോൾ 1000-ൻ്റെ മുകളിലൊക്കെ ആദ്യം ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഓഫറായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് തന്നെയാണ്. 600 രൂപയിൽ താഴെ നമുക്ക് LCD ഡിസ്പ്ലേ അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസറൊക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു ഡിവൈസ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 4 കളറിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് 3 PLA കേബിൾ വരുന്നുണ്ട്. അത് കേബിളല്ല, ഫിലമെൻറ്റ് വരുന്നുണ്ട്. 3 കളറ് 3 മീറ്റർ വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർജർ നമ്മളെ മൊബൈലിൻ്റെ USB നിന്ന് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് പവർ വരാനുള്ള ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പിന്നും പാട് വരുന്നുണ്ട്. ഒരു തലക്കിൽ USB മറ്റേ തലക്കിൽ വേറെ പിന്നെ നമ്മുടെ DC കണക്ട് ചെയ്യാനുള്ള 5 വോൾട്ട് 2 ആമ്പിയറാണ് ഇതിൻ്റെ പവർ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് വെക്കാനുള്ളൊരു സ്റ്റാൻഡും ഈ പ്രോഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യിക്കാന്നുള്ള ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ 3 എണ്ണം, അതായത് 3 മീറ്റർ വരുന്ന 3 പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഫിലമെൻറ്റിൻ്റെ PLA ഇത് 1.75 mm ആണ് വരുന്നത്, ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ഹോൾസിലേക്ക് ഇൻപുട്ടിൽ വരുന്ന ഇതാണ് നമ്മുടെ ഫിലമെൻറ്റ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പവറിൻ്റെ കോഡും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ USB-യുടെ ഇൻപുട്ടും അതേപോലെ തന്നെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് സാധാ DC-യുടെ ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സോക്കറ്റിൽ ഇവിടെ കാണുന്ന ഈ ഒരു സോക്കറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഒരു 5 വോൾട്ടിൻ്റെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറിൻ്റെ ഈ ഒരു USB വരുന്ന ചാർജർ പോയിൻറ്റ്, അതായത് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ആമ്പിയറാണ് വേണ്ടത്. നമ്മൾ പവറിൽ കണക്ട് ചെയ്താൽ നമ്മൾ ഓണാക്കി അവിടെ കാണാം. നമുക്കിവിടെ ഈ ഓറഞ്ചിലാണ് PLA എന്ന് കാണാം. ഈ ഒരു PLAയിൽ നമ്മൾ ഈ ഒരു ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ 190 വരും. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ബട്ടൺ നമ്മൾ ഉള്ള ടെമ്പറേച്ചർ കൂട്ടുന്ന പ്ലസ് ബട്ടൺ നമുക്ക് ഒന്ന് ആദ്യം തന്നെ പ്രസ് ചെയ്താൽ RBS എന്നുണ്ട്, PLAയും ഉണ്ട്. അപ്പോൾ ഈ ഒരു PLA എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു അത് ഒരുക്കാനുള്ള PLA. ഈ ഒരു PLA എന്ന് പറഞ്ഞാൽ മാനുവലി ചിപ്പിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചാണ് 190 ഡിഗ്രി ആയിരിക്കും. അതേപോലെ നമ്മൾ RBSലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് 205 വരും. പിന്നെ നമുക്ക് ഈ നെഗറ്റീവും പ്ലസ്സും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്കിടാം തന്നെ നമുക്ക് PLAയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഓണാക്കണമെങ്കിൽ തന്നെ ഈ ഒരു ഫിലമെൻറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് ഓണാക്കിയാൽ ഇത് മുന്നോട്ട് വയ്ക്കുക. ഇത് ഞെക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇത് ഇൻസേർട്ടായിട്ട് ഇതിലേക്ക് കൂടെ കയറിയിട്ട് ഈ നോസിലേക്ക് ഹീറ്റായിട്ട് വരിക. അപ്പോൾ നമ്മളിത് ഹീറ്റ് ആവാതെ നമ്മളിത് ഈ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് വർക്ക് ചെയ്യില്ല. അതിന് മുമ്പ് എന്താ വേണം, ഒന്നുകിൽ ഈ ഒരു ബട്ടൺ ഞെക്കി നമ്മൾ PLAയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ബട്ടൺ ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് കാണാം സ്റ്റാർട്ടായി. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ 190 ആകുന്ന വരെ അത് വെക്കും. പിന്നെ നമ്മൾ ഞെക്കിയാൽ ഈ ഒരു മോട്ടർ ഇങ്ങോട്ട് കയറില്ല. പിന്നെ നമുക്ക് ഒരു 190 ആയ ഇവിടെ ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേഷൻ കാണാം. ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു PLA നമ്മുടെ ഈ ഒരു ഫിലമെൻറ്റ് ഇതിലേക്ക് വർക്ക് ചെയ്ത് ഇതിലേക്കൂടെ വരുള്ളൂ. അപ്പോൾ 158 90 ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ളതും അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി. പിന്നെ നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറയ്ക്കുന്നതാ ഗ്രീൻ 190. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ടെമ്പറേച്ചർ നമുക്ക് മാനുവലായിട്ട് കുറയ്ക്കാം. ഇത് നോക്കി കഴിഞ്ഞാൽ 88 ഈ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 210 ആണ്. 210 വരെ ഡിഗ്രി നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് ആക്കാം. പക്ഷെ നമുക്ക് ഇതിൻ്റെ നോർമൽ നമുക്ക് 190. നിങ്ങൾ അഥവാ കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് കൂട്ടിയാൽ മതി. 190 തന്നെ നമുക്ക് ഇടാം. ഇനി നമ്മൾ ഇതൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് എടുക്കുന്നത് കാണാം. നമ്മുടെ ഫിലമെൻറ്റ് ഈ ഒരു ഫിലമെൻറ്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതിൻ്റെ മോട്ടറിൻ്റെ വർക്കിംഗ് കേൾക്കാം. ഇതിലൊരു ഗിയർ മോട്ടറാണ് വരുന്നത്. ആ ഗിയർ മോട്ടർ നമ്മൾ ഇതിനെ വലിച്ചു കൊണ്ടുപോവാണ്. നോസിൻ്റെ അറ്റത്ത് ഈ ഒരു വഴി വരെ പൈപ്പ് വഴിയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റബിൾ ഇതാണ് വരുന്നത്, ഇൻ്റലിജൻറ്റ്. ഇപ്പോൾ ഈ ഒരു വർക്കിംഗ് നമുക്ക് ഇത് നമ്മൾ ഏതാ വരയ്ക്കണമെങ്കിലും നമുക്കിത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ചെറിയൊരു ബാക്കോട്ട് വലിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് നിർത്തേണ്ടടുത്ത് നിർത്താം. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് ഫിലമെൻറ്റ് ഇങ്ങോട്ട് വരാനും, അതേപോലെ തന്നെ ഫിലമെൻറ്റിന് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഫിലമെൻ്റ് മാറ്റിക്കൊണ്ട് വേറൊരു ഫിലമെൻറ്റ് വെക്കണം എന്നാണെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് നമുക്ക് ബാക്കോട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് പറഞ്ഞാൽ മോട്ടർ, അതായത് ഈ ഒരു ഫിലമെൻറ്റിൻ്റെ സ്പീഡിനനുസരിച്ചാണ് നമ്മുടെ ഇവിടുത്തെ സ്പീഡ് കൂടുക. ഫിലമെൻറ്റ് സ്പീഡിൽ വരികയാണ്. അപ്പോൾ ഈ ഇപ്പോൾ നിൽക്കുന്നത് സ്പീഡ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ 3 ലെവൽ വരുന്നുണ്ട്. ഇതിലൊരു ചെറിയ റെഗുലേറ്റർ വരുന്നുണ്ട്. ആ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ലോ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ലോ സ്പീഡിലാണ് വരുന്നത്. ഇത് ഈ ഒരു ബട്ടൺ നമ്മൾ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇത് ഓണാക്കിയിട്ട് പെട്ടെന്ന് വരുന്നതാണ്. ഇത് സ്പീഡ് കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് ആക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യം സ്പീഡ് കൂടും, ഇത് കുറയും. നമ്മുടെ DC മോട്ടർ ഇതിലൊരു ഗിയറാണ് വരുന്നത്. ഇതിനെ തള്ളുന്ന, അതായത് ഈ ഫിലമെൻറ്റിനെ തള്ളുന്ന ഒരു ഗിയറുണ്ട്. ഗിയറിൻ്റെ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഏറ്റവും സ്പീഡ് കുറവാണ്. ഇതിൽ കൂട്ടുന്ന നമുക്ക് സ്പീഡ് കൂടും. അതായത് ഈ ഒരു ഫിലമെൻറ്റിൻ്റെ സ്പീഡ് കൂടിയിട്ട് പെട്ടെന്ന് വരയ്ക്കണമെങ്കിൽ, പെട്ടെന്നൊക്കെ ഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറഞ്ഞ സ്പീഡിൽ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ സാവകാശം നമുക്ക് ഡ്രോ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ ഇതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഇപ്പോൾ ഗ്രീനിൽ ഇപ്പോൾ ടെമ്പറേച്ചർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്യാതെ ഈ ഒരു ഫിലമെൻറ്റ് വരാതെ നിൽക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് കട്ടാവും. ഇതൊരു ഇൻ്റലിജൻറ്റ് ഹീറ്റാണ് വരുന്നത്. ഹീറ്റിൻ്റെ ഒരു കോയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളിത് 190 നമുക്ക് കുറച്ച് നേരം ഇപ്പോൾ ഉപയോഗിക്കാതെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഈ ഗ്രീൻ ലൈറ്റ് കെടുകയും പിന്നെ ഒന്നുകൂടി നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതായത് ഹീറ്റൊക്കെ പോയി കണ്ട് പിന്നെയും നമുക്ക് 190ലേക്ക് വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു സാധനം പിന്നെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അറിയാതെ ഇവിടെ ഓണാക്കി ഇട്ട് പോയാലൊന്നും പേടിക്കേണ്ട, ഓട്ടോമാറ്റിക് ഇത് കട്ടാവും, ഹീറ്റ് വർക്ക് ചെയ്യില്ല. പിന്നെ നമുക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് ഇതിവിടെ നിർത്തണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഫോൺ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എന്ത് നമുക്ക് ഉണ്ടാക്കാം, ഒരു ഡ്രോ ചെയ്ത് നല്ലൊരു ബൈക്കോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏതെങ്കിലും വേറെ ഒരു കളർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് കാണാം. ഇത് നമുക്ക് ബാക്കോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓഫായി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ പവർ സോക്കറ്റ് ഒന്ന് ഓഫാക്കിയാൽ മതി. ഓണാക്കി പവർ ഓണാക്കി നമുക്ക് അടുത്തത് വേറെ കളർ ഏതെങ്കിലും ഇടണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് മുമ്പേ ഈ പറഞ്ഞ ആദ്യത്തെ ഹീറ്റ്, അപ്പോൾ ഹീറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് 190 ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം, ഗ്രീൻ ആവണം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 190 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോട്ടർ, അതായത് ഗിയർ മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇൻ്റലിജൻറ്റ് സെൻസറൊക്കെ വന്നിട്ടാണ് ഈ ഹീറ്റ് ആയോ, അല്ലാതെ വെറുതെ നമുക്ക് ഇത് ഓണാക്കി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ കുത്തി നിൽക്കും. അപ്പോൾ ഈ ഹീറ്റിൻ്റെ ഇത് വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ഈ ഹീറ്റിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ സെൻസർ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഇതിലേക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റ് ഫിലമെൻറ്റ് ഇപ്പോൾ ലോഡാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഇതുപോലെ ഫസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഉപയോഗിച്ച കളർ പോകാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഇതുപോലെ തന്നെ ഹീറ്റിങ്ങിൽ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന നമുക്ക് ഡ്രോ അല്ലാതെ തന്നെ പെന്ന് ഉപയോഗിച്ച് വരച്ച്, അപ്പോൾ നല്ല എനിക്കൊരു ചിത്രം അത്ര വരയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട് അതുപോലെ ഏകദേശം ഒന്ന് വരച്ച് നോക്കുകയാണ്. അപ്പോൾ അവിടെ 3D പ്രിൻ്റർ ഉപയോഗിച്ചിട്ട് അതായത് 3D പെന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ആദ്യം ഞാൻ വരച്ച് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രോ ചെയ്യുന്ന ആളാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു ബൈക്കോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.